ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന രോഹിത്തിനെയും കൂട്ടി പുറത്ത് അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുന്നു. ബബിതയെയും കൃഷ്ണമോളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സ്നേഹം പങ്കിടുന്നുണ്ട് രോഹിത്ത്. ബാലചന്ദ്രനെയും കെട്ടിപ്പിടിച്ചു കരയുന്നു. രോഹിത്തിന്റെ ഈ മാറ്റം എല്ലാവർക്കും അത്ഭുതമായി. വൈജ മാത്രം അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് വാശിയും പിടിച്ച് ഇരിപ്പുണ്ട്. അതൊഴിച്ചാൽ ആ വീട് പഴയ പോലെ സ്വർഗം പോലെ ആക്കി എടുക്കുന്നുണ്ട് അലീന. ബാലചന്ദ്രൻ അലീനയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കരയുന്നു. അതേസമയം ശിവനും മനുവും ഹരിയെ കാണാൻ ജയിലിൽ പോകുന്നുണ്ട്. ഹരി പറയുന്നത് 2 വർഷം മുമ്പേ അവളുമായി ബന്ധമുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ നോക്കച്ചാ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഹരി പറയുന്നത്, നീ ചെയ്തു വെച്ചത് നോക്കുമ്പോൾ നിനക്ക് കിട്ടിയ ശിക്ഷ ഇത് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മനുവും പറയുന്നു. ജയിലിലാണെങ്കിലും നമ്മുടെ വൈജയെ പോലെ തന്നെ അഹങ്കാരം ഒട്ടും കുറഞ്ഞിട്ടില്ല ഹരിക്കും. പിന്നീട് മനു മുത്തശ്ശിയുടെ മുറിയിൽ വന്ന് അലീനയുമായി വിവാഹകാര്യം സംസാരിച്ചത് പറയുന്ന കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ മോള് പിഴച്ചു പ്രസവിച്ചതാണ് അലീന എന്ന് വിചാരിച്ചാൽ എനിക്ക് കല്യാണം കഴിക്കാൻ കൊള്ളാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാ, അതേപ്പറ്റി സംസാരിച്ച് കൂടുതൽ പരത്തി പറയാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് വിഷമമാവുന്നു. എത്രയും വേഗം ഇവിടം വിട്ടു പോയാൽ മതി എന്ന തോന്നൽ ഉണ്ടാവുന്നു. താഴെയാണെങ്കിലോ ഗംഗാധരൻ വന്നിട്ടുണ്ട്. കമല പതിവ് പോലെ താണ്ഡവമാടാൻ തുടങ്ങി. ഇവർ അച്ഛനും മോനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ അലീന പോയി രോഹിതിനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു. ആ പെണ്ണ് മൊഴി മാറ്റി പറഞ്ഞല്ലോ, അതെന്താ ഇവർ ഓർക്കാത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് ഗംഗാധരനും ശിവനും ഒന്നും മിണ്ടുന്നില്ല. അവനെ ഇനി ജയിലിൽ നിന്ന് ഇറക്കാൻ ഞാൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് മനുവും റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം ഗംഗാധരനും സഹികെട്ടു. മുത്തശ്ശിയെ കണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത്, ബാലചന്ദ്രൻ അല്ല അവളുടെ അച്ഛൻ, ആഗ്രയിൽ എൻ്റെ സബോർഡിനേറ്റായി ജോലി ചെയ്തിരുന്ന സ്റ്റാൻലി ജോസഫാണ് അവളുടെ അച്ഛൻ. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.